ദേവിക മാഡം പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ഫിയർ എല്ലാവരിലും ഉണ്ട്. ഒരു മനുഷ്യനായാൽ മരണഭയം എല്ലായ്പ്പോഴും ഉണ്ടാവും എന്നുള്ളത്. ഇത്തരത്തിൽ മനസ്സിൽ കിടക്കുന്ന ചില ഭയങ്ങളെ, ചില നിസ്സഹായമായ അവസ്ഥകളെ, അതിനെ വിശ്വാസവുമായിട്ട് എത്രത്തോളം ഇടചേർന്ന് കിടക്കുന്ന ഒന്നാണ്? അതുമായിട്ട് വിശ്വാസങ്ങൾക്ക് എത്രത്തോളം ഒരു കണക്ഷൻ ഉള്ളതായി തോന്നിയിട്ടുണ്ട്? പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകളായിരിക്കും കുറച്ചും കൂടെ വിശ്വാസം കൂടുന്നവരുണ്ടായിരിക്കും. ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർക്കൊരു ഒത്തിരി ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ ഉദാഹരണം പറയാൻ പറ്റുക എൻ്റെ അമ്മയെ തന്നെയാണ്. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ചില സമയത്ത് രാത്രി കാലങ്ങളിൽ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ മണ്ണിൻ്റെ ഭിത്തിയും പുല്ലിട്ട വീടുമാണല്ലോ, പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ മൂർക്കനും വളവളപ്പനും അപ്പം അതൊക്കെ വന്ന് ഇങ്ങനെ നമ്മൾ പായിലേക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ മുറിൻ്റെ മൂലയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൊണ്ടുവന്ന് വലിയ ചൂരൽ വടി കൊണ്ടുവന്ന് ചാരി വെച്ചിരിക്കും. അപ്പോൾ എനിക്കൊരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മ എന്നെ ഒരു കയ്യിലെടുത്ത് ഒക്കത്ത് വയ്ക്കും. ചിമ്മിണിക്കൂടല്ലേ, ആ ചിമ്മിണിക്കൂട് എടുത്ത് വെച്ച് കത്തിച്ച് കൃത്യമായിട്ട് ആ പാമ്പിനെ അമ്മ ചൂരൽ വടി എടുത്ത് അടിച്ച് കൊന്നിരിക്കും. അപ്പം അവരെ ഇങ്ങനത്തെ ഓരോ സാഹചര്യം ഫേസ് ചെയ്താണ് അവർ വളരുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു ഇടം വേണം. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇടമായിട്ടാണ് എനിക്ക് ദൈവത്തിനെ തോന്നിയിട്ടുള്ളത്. 1. 2, ഞാൻ വളർന്നു വന്ന സാമൂഹ്യ സാഹചര്യമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ നല്ല അയിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സവർണ വിഭാഗത്തിൻ്റെ ഉപദ്രവത്തെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപക്ഷെ കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പി കുന്താപുരയാണ് ഞങ്ങളുടെ നൽക്കതായ സമുദായത്തിൻ്റെ ആളുകൾ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് അപ്പൂപ്പൻ പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു. കൊറഗജൻ, പഞ്ചുരുളി തുടങ്ങിയ തെയ്യങ്ങളെ കുടുംബത്ത് കൊണ്ടുപോയി കുടിയിരുത്തി എല്ലാ വർഷവും കെട്ടിയാടും അവർ. പിന്നെ ഇതുപോലെ പള്ളിവാളും തുളുവിൽ തോറ്റൻ ചൊല്ലലും അതുപോലെ തന്നെ കോഴിയെ കുരുതി കൊടുക്കലും പിന്നെ അപ്പം മദ്യം വാഴയിലയിൽ ഇങ്ങനെ ഉറ്റിച്ചു വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ആചാരങ്ങളാണ്, വിശ്വാസങ്ങൾ. അപ്പോൾ അത് തന്നെ എന്ന് വെച്ചാൽ ഓരോ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാനാണ് വിശ്വാസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകളും വിശ്വാസങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ചിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വിശ്വാസങ്ങൾ എന്നത് തങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാകണം, തങ്ങളുടെ സമൂഹത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയാകണം. ഒരിക്കലും പിറകോട്ടടിക്കുന്ന ഒരു തരത്തിലും വിശ്വാസങ്ങളെ ചുരുക്കിക്കെട്ടാൻ സ്ത്രീകൾ ഒരിക്കലും സാധ്യം ആകുന്നൊരു വഴിയിലേക്ക് പോകരുത്. കാരണം ഇന്ന് നമ്മൾ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് എത്തിയത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വരുത്തിയ ഒരു നവീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. പണ്ട് സ്ത്രീക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നൊരു കാലമുണ്ട്. മാറ് തുറന്നു കാണിച്ചാലാണ്, വസ്ത്രമിടാതെ മേൽവസ്ത്രം മാറ്റി കാണിച്ചാലാണ് ബഹുമാനം കാട്ടാൻ കഴിയുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന, ആ വിശ്വാസ പ്രമാണത്തിൽ ജീവിച്ചിരുന്ന അമ്മമാർ, മുത്തശ്ശിമാർ നമുക്കുണ്ട്. പക്ഷേ അതിനെയൊക്കെ നമ്മൾ മാറ്റിയത് സമൂഹത്തിൻ്റെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി പഠനങ്ങൾ നടത്തുകയും പുറം ലോകത്തെ കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് സ്ത്രീ സ്വന്തം സ്വത്ത് പ്രകാശനം നടത്തേണ്ടത് എന്ന് കൂടുതൽ വിശാലമായി ചിന്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്.